I'm telling you, God is remembering you. And the next step is, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യൗവനകാലത്തിലാണ് കർത്താവിന് വേണ്ടി ചെയ്യുന്നത്. റിട്ടയർമെന്റ് പ്ലാൻ അല്ല യേശുവിനോടുള്ള സ്നേഹം. എനിക്ക് ദൈവം എല്ലാം തന്നതിന് ശേഷം ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നു. കർത്താവ് എനിക്ക് നല്ല ജോലി, നല്ല സാലറി, നല്ല സെറ്റിൽ ലൈഫ് തന്നതിന് ശേഷം ഞാൻ യേശുവിനെ പറയുന്നു. ഇത് മാനുഷികമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്, ഒരു വേവ് ലെങ്ത് ഓഫ് ആറ്റിറ്റ്യൂഡാണ്. ബട്ട് ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ശൂന്യതയിൽ നീ കർത്താവിനെ പറയണം, നിന്റെ ഇല്ലായ്മയിൽ നീ കർത്താവിനെ പറയണം. എല്ലാം ഉണ്ടായിട്ട് എല്ലാം നിറഞ്ഞതിന് ശേഷം, കലത്തിലെ മാവ് നിറഞ്ഞതിന് ശേഷമല്ല നീ ദൈവത്തെ കാണേണ്ടത്. നീ പുറംപറമ്പിലായിരിക്കുമ്പോൾ, നീ മരിക്കാനിരിക്കുമ്പോൾ, അവസാനത്തെ അപ്പവും അവസാനത്തെ വെള്ളവും കുടിച്ച്, അല്ലെങ്കിൽ അവസാനത്തെ മാവും കുഴച്ച് നീ മരിക്കാനിരിക്കുമ്പോൾ നീ കർത്താവിന്റെ സാന്നിധ്യത്തെ അറിയണം, ദൈവത്തെ എക്സ്പെക്ട് ചെയ്യണം, ദൈവം നിന്നെ ഓർക്കുമെന്ന് അനുഭവിക്കണം. ഞാനിങ്ങനെ പറയാം, ആരൊക്കെയോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ലൈഫിനകത്ത് ഡിസിഷനുകൾ എടുക്കാൻ വെയിറ്റ് ചെയ്യുകയാണ്. കർത്താവിന് വേണ്ടി ജോലി ചെയ്യണം, കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യണം, ടു വർക്ക് എ കിങ്ഡം വർക്കറായി ഞാൻ നിൽക്കണം എന്നൊരു കിങ്ഡം കൾച്ചർ നിങ്ങളുടെ അകത്തുണ്ട്. പക്ഷെ സാഹചര്യം, ഫിനാൻസസ് നിങ്ങളത് അനുവദിക്കുന്നില്ലെങ്കിൽ, ഐ ടെൽ യു, റിമെമ്പർ ഗാഡ് റൈറ്റ് നൗ. കർത്താവിനെ നീ ഓർക്കുക. നിങ്ങളുടെ ലൈഫിൽ കർത്താവിനെ ഓർക്കുക. വാഹനം വന്നതിന് ശേഷമോ, വീട് വന്നതിന് ശേഷമോ, ഭാവി വന്നതിന് ശേഷമോ അല്ല കർത്താവിനെ ഓർക്കേണ്ടത്. ശൂന്യതയിൽ കർത്താവിനെ ഓർക്കുക. എന്നാൽ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. ഞാൻ ആരോടൊക്കെയോ എൻകറേജ് ചെയ്യുകയാണ്. When you doing right now, when you do his works right now, when you moving according to his will right now, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യൗവനത്തിൽ ഇഷ്ടങ്ങളുണ്ട്, യൗവനത്തിൽ പ്രൊവോക്കേഷൻ ഉണ്ട്, യൗവനത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ യൗവനത്തിൽ കർത്താവിനെ ഓർത്ത് ജീവിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ നിന്റെ വാർദ്ധക്യത്തിന് മുന്നമേ ഞാൻ പറയാം, ഏത് രോഗത്തിനായാലും കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. ഇപ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കുക. ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ദൈവമായ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. യേശു കർത്താവിന് വേണ്ടി ജീവിക്കുന്ന നല്ല മക്കളായി പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പണിയപ്പെടട്ടെ. God bless you all.